സ്വരങ്ങൾ കൊണ്ട് സംഗീതത്തിന്റെ മാസ്മരികത സൃഷ്ടിക്കുന്ന കുട്ടിപ്പാട്ടുകാരുടെ ഈ സംഗമവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ, പ്രസന്റഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ് ആൻഡ് ഇംപെക്സ്, പവർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിന്റ് റിലീവർ ബാം, ഈസ്റ്റേൺ സിയറ്റ് ആൻഡ് പോളിക്യാബ്. കുട്ടിക്കുറുമ്പന്മാർക്ക് ആത്മവിശ്വാസം പകരുന്ന നമ്മുടെ സ്വന്തം ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി. കൊച്ചു ഗായകരുടെ ഗാനവസന്തത്തിന്റെ വാദ്യാഘോഷം, നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിന്റെ സ്മൈലി രാജകുമാരി, നമ്മുടെ പ്രിയപ്പെട്ട വൈഷ്ണവി കുട്ടിയാണ് ഇനി പാടാനെത്തുന്നത്. വെൽക്കം വൈഷ്ണവി ഓൺ സ്റ്റേജ്. ഒരുപിടി വ്യത്യസ്തമായ നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗിരീഷ് പുത്തഞ്ചേരി സറൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് മിന്നാരം എന്ന സിനിമയിലെ നിലാവേ മായ്മോ എന്ന പാട്ടാണ്. ഈ റൗണ്ടിന് വേണ്ടി കുറേ പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ട് നിലാവേ മായ്മോ എന്ന പാട്ടാണ്. ഈ പാട്ട് ഞാൻ അതേ ഫീലോടുകൂടി തന്നെ പാടും. ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ. പുലിക്കുട്ടിയെ കൊണ്ട് പോയതാണ്. വൈഷ്ണവിക്കുട്ടി ചക്കര കുഞ്ഞുമണി, അത്രേ ഉള്ളൂ. സാർ അങ്ങനെയല്ലേ വിളിക്ക? കുഞ്ഞുമണി 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 ചട്ടമ്പി ചട്ടമ്പി കല്യാണി. അയ്യോ, ആ കുഞ്ഞുമണി ചട്ടമ്പി ചട്ടമ്പി കല്യാണി. എന്താണ് ചട്ടമ്പി? എന്താ പാടാൻ പോണേ? നിലാവേ മായുമോ. ഓ, സാറിന്റെ മിന്നാരം അല്ലേ? പഠിച്ചു വന്നിട്ട് നോക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സംഗതി ഒന്നുമില്ല. നിലാവേ ഇവിടെ കാറ്റ് വരുന്നു. നിലാവേ മാ
ലോലി ലില്ലി പാപ്പ ലോലി ലില്ലി പാപ്പ ലോലി ലില്ലി പാപ്പ ലോലി ലില്ലി പാപ്പ. താങ്ക് യു. കിലുക്കത്തിലെ പാട്ടല്ലേ ഇത്? അല്ല. പിന്നെ ഇത് പടത്തിലെയാണ്? മിന്നാരം. അല്ല കിലുക്കത്തിലെ. അല്ല മിന്നാരം. അല്ല കിലുക്കത്തിലെ. മിന്നാരം. എനിക്ക് സമ്മതിച്ചു. മിന്നാരം. മിന്നാരത്തിലെ പാട്ട് മോള് മിന്നിച്ചു. താങ്ക് യു സർ. നന്നായിട്ട് പാടി മോളെ. കാരണം എസ്പെഷ്യലി കുറെ പോർഷൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. നല്ല ഇൻവോൾവ്മെന്റ് ആയിരുന്നു പാട്ടിനകത്ത്. നല്ല ആസ്വദിച്ച് പാടി. പിന്നെ ലില്ലിപ്പാപ്പ എന്നുള്ള ഒരു ഇടം മാത്രം ഒന്ന് തെറ്റിപ്പോയി അല്ലേ? അതെന്തോ ആലോചിച്ചോണ്ടിരുന്നു, അപ്പൊ തെറ്റിപ്പോയി. സാരമില്ല. ഇത് എന്താണ്, കുറേ നാളുകൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മ വരുന്നു. ഇത് ഈ സിനിമ മിന്നാരം എഴുതിയതാരാന്നറിയാം? വേണുചേട്ടനാണ്, വേണു നാഗവള്ളി. അപ്പം അതിനകത്ത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. പടം ഇപ്പോഴും നമ്മുടെ ടി വിക്കകത്ത് ഈ സിനിമ വരുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. ഇത് മണിച്ചിത്രത്താഴ് ചില പടങ്ങളുണ്ട് നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇത് ലാസ്റ്റിലുള്ളൊരു സീനാണ്. ആ ശോഭനയുടെ ഇങ്ങനെ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുള്ളൊരു ഒരു പാട്ടിങ്ങനെ പോകുന്നു. അതിനകത്തൂടെ ഒരുപാട് സീൻസ്. മോഹൻലാലിനെ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീല്, ഓർക്കസ്ട്ര വാസ് ഫാന്റാസ്റ്റിക് കേട്ടോ. മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ വയലിൻസ് ആണ്. ആ വയലിൻസിന്റെ ഗതി ഞാൻ എസ് വി വെങ്കടേഷ് സാർ പല സ്ഥലത്തൂടെ ഒക്കെ കൊണ്ടുപോയിട്ട് കയറ്റിയിറക്കിക്കൊണ്ടുവന്ന അവസാനം കൊണ്ട് ബീജത്തിനോടെ കൊണ്ടുവച്ചു. നന്നായിരുന്നു. മോള് പാടിയതിനകത്ത് എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ചെറിയ ചെറിയ സംഭവങ്ങൾ തോന്നിയല്ലാതെ വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. നന്നായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സത്യം പറഞ്ഞാൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴേ ഒരു ലംപ് ഇൻ ദ ത്രോട്ട് പോലെ നമ്മുടെ ശബ്ദം അത് കേട്ട് ഇടറി പോകുന്നത്. എന്നാൽ അതിന് സങ്കടം ഉണ്ടല്ലോ, ആ പാട്ടിന് സങ്കടം നമ്മളെ ബാധിച്ചു. കാരണം നമ്മുടെ മകള് അത് സുന്ദരമായിട്ട് പാടി, വളരെ ഇൻവോൾവ് ആയിരുന്നു വൈഷ്ണവി കുട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ചും സെക്കൻഡ് ചരണത്തിന്റെ എൻഡിലുള്ള മേളിൽ പോകുന്ന പോർഷൻ തിരിച്ചു വരുന്നത് പിന്നെ പല്ലവി, അപ്പോഴാണ് ശരിക്കും സെറ്റായത്. മോള് ഈ പാട്ടിൽ സെറ്റായത് ആ സമയത്താണ്. അത്
ഇൻക്രെഡിബിളി ഗുഡ് ആക്ടിങ്. കേറും മണ്ണിൽ വെറുതെ പൊഴിഞ്ഞു ദൂരെ ദൂരെ അതു കണ്ടു നിന്നയാതെ നീ ചിരിച്ചു നിലാവേ മായുമോ ഇനോവും നോവുമായി ഇളം തേൻ പിന്നെ എന്താ കാണാൻ എന്തൊരു ചന്തമാണ് നമ്മുടെ കുഞ്ഞുകുട്ടിയെ. സുന്ദരി വാവേ ചായോ ചായുറങ്ങ്. അതാണ്. ഓഹോ, അതിന്റെ കൂടെ ഈ നിലാവും കിനാവും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ വൈഷ്ണവിയുടെ പാട്ട് എന്ന് പറയുന്നത് ഒരു മഞ്ഞുതുള്ളി പോലെ തന്നെ അത്ര പ്യുവറാണ്. അതിനകത്തൊന്നും എക്സ്റ്റേണൽ എലിമെന്റ്സ് ഇല്ല. വളരെ ഇന്നസെൻസിന്റെ ഒരു ബ്യൂട്ടി അതിനകത്ത്, ഒരു പേഴ്സോണിഫിക്കേഷൻ ഓഫ് ഇന്നസെൻസ് ആണ് ശരിക്കും വൈഷ്ണവിക്കുട്ടി. താങ്ക് യു സർ. വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആണ്. എല്ലാവരുടെയും നന്നായിട്ട് പാടാൻ ശ്രമിക്കും. പാട്ട് ടോട്ടലായിട്ട് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് ഗുഡ്. പക്ഷെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ നമ്മൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ കാണാൻ പറ്റും. അത് വരാൻ പാടില്ല. ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി പാടാൻ ശ്രമിക്കണം കേട്ടോ. അതിനുള്ള ടാലന്റ് ഉള്ള നമ്മുടെ കുഞ്ഞു കുട്ടിയാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ദേവി കന്യാകുമാരിയാണ് കേട്ടാ. നന്നായി വരട്ടെ മോളെ. എല്ലാം Thank you, sir. അനുഗ്രഹമാണ്. പൊന്നുമണി എന്ത് നന്നായിട്ട് പാടിയിടാ. ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പാടി. സാറ് പറഞ്ഞതാണ് കറക്റ്റ്. അത്ര ഇൻവോൾവ് ആയിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പാട്ട് വരുന്നത്. അതൊക്കെ മോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കേട്ടോ. വേറെ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയാനുള്ള പ്രശ്നങ്ങളില്ല. പക്ഷെ ചില വരികളൊക്കെ അവസാനിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ചും കൂടി ഒരു കംപ്ലീഷനൊക്കെ വേണം. അത് മോൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഉടനീളം മൊത്തം പാട്ട് കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു. ഭയങ്കര ഇമോഷണലായിരുന്നു. ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഒന്നാമത് മോളുടെ വോയിസ് ഭയങ്കര നല്ലതാണ്. ഭയങ്കര എന്ന് പറയാൻ പാടില്ല അല്ലേ, വളരെ വളരെ നല്ലതാണ്. പക്ഷെ ചെറിയ ചെറിയ അത് ശ്രുതിയുടെ പ്രശ്നമല്ല, ചില കംപ്ലീറ്റ് ആവാനുള്ളൊരു തിരക്കും ഒരു എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ നിറയെ സംഗതികളുള്ളൊരു വേർഷനാണ് പാടിയിരിക്കുന്നത് വൈഷ്ണവി. അപ്പം അതിങ്ങനെ എല്ലാം പാടി തീർക്കണതിൻ്റെ ഒരു ധൃതിയിൽ ചില വരികളുടെ അവസാനമൊന്നും ഇത്തിരി ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നി. അതൊക്കെ പറയണത് എന്തുകൊണ്ടാണെന്നറിയോ? വൈഷ്ണവിക്കുട്ടി ആയതുകൊണ്ടാണ്. കാരണം ഈ ചെറിയ സമയത്തിനുള്ളിൽ വൈഷ്ണവി കാണിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വളരെ വലുതാണ്. അപ്പം ഈ കാര്യം കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അതും കറക്റ്റ് ചെയ്തിട്ട് വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാ കേട്ടുമാ. വളരെ നന്നായിട്ട് പാടി. ഇത് നെഗറ്റീവായിട്ടേ അല്ല പറയണത് കേട്ടോ. വെറുതെ ഒരു തോന്നിയ 2-3 കാര്യങ്ങൾ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതും കൂടി കറക്റ്റ് ചെയ്ത് ഞെട്ടിക്കണം അടുത്ത പ്രാവശ്യം. ഈ അൾട്ടിമേറ്റ് മേടിക്കണം. ഓക്കെ, മേടിക്ക്. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഗ്രേഡ് എന്താണ് നമ്മുടെ മുത്തുമണി? ആ, മുത്തൂസിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മുത്തൂസ് പറഞ്ഞു എന്തായാലും എ ഗ്രേഡ് കൊടുത്തേ പറ്റൂ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു എ ഗ്രേഡ് മതിയോ എന്ന്. അപ്പോൾ മുത്തൂസ് പറഞ്ഞു ഇല്ല, ഇത്ര ഇൻവോൾവ് ആയിട്ട് പാടിയില്ലേ, അതുകൊണ്ട് ഒരു പ്ലസും കൂടെ കൂട്ടണം, അപ്പോൾ A+ ആക്കാന്ന് പറഞ്ഞു. അത് മതിയോ? ഏറ്റവും കിട്ടിയാ കൊള്ളാം. മുത്തു A+ കൊടുക്കാമോ? മുത്തു പറയുന്നത് പിന്നെന്ത് A+ അങ്ങ് കൊടുത്ത് കളഞ്ഞു. താങ്ക് യു സർ. ചിരിക്കണോക്കടാ. അവിടെ ചിരി നോക്ക്. അപ്പൊ A+ ആണ് ഗ്രേഡ്. മുത്തുമണി ഭയങ്കര സ്നേഹം, ചെലവുണ്ടേ. അല്ല, അവള് നന്നായിട്ട് പാടി അവള്. കാരണം ആ പോർഷൻസ് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയെങ്കിലും ബാക്കി ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്. ആ സാരമല്ല മോള്. എന്തായാലും അടിച്ചില്ലേ ആ, പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+ ഫോർ ദിസ് സോങ്. വൈഷ്ണവിക്കുട്ടി എന്തോ ഏട്ടോപ്പ് ചോദിച്ചപ്പോഴും മുത്തുമണി തന്നില്ലേ? ആ എന്താ മുത്തുമണിക്ക് കൊടുത്തേ നീ? ഇങ്ങനെ ഇത്ര സ്നേഹം വരാൻ മാത്രം അറിയില്ല. അറിയൂല. എന്തായാലും വൈഷ്ണവിക്കുട്ടിക്ക് മുത്തുമണിക്ക് വൈഷ്ണവിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. മുത്തുമണി പറയുന്നുണ്ട് ആ, ഐ ലവ് യു വൈഷ്ണവി. ഓ ഐ ലവ് യു ടു. ഓ, എന്തൊരു സ്നേഹം. അപ്പൊ അടുത്ത പ്രാവശ്യം ഇതുപോലെ തന്നെ മുത്തുമണിയും എല്ലാരും നമുക്ക് ഇഷ്ടപ്പെടുത്തണം കേട്ടോ. അൾട്ടിമേറ്റ് വാങ്ങിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടോപ്പ് സിംഗറിന്റെ സൂര്യകുമാരൻ, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രാജകുമാരൻ. വെൽക്കം സൂര്യനാരായണൻ ഓൺ സ്റ്റേജ്. ഞാനിന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് പൊന്നുമ്പൂ എന്ന സിനിമയിൽ ജയചന്ദ്ര സാറ് പാടിയ നീലമല പൂങ്കുയില എന്ന പാട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അതുണ്ടാവണേ.
ఆడరా ఆడరా ఎవడురా నిన్న పేదెవడు കണ്ടോ എം ജികള് കണ്ടോ കുഞ്ഞാവിനെ കണ്ടോ? ഞാൻ ഇന്ന് വരെ ഇവൻ മര്യാദയ്ക്ക് ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടേ. അതെന്താ? ഒന്നീ നിക്കറ്, ഏതോ ഒരു പാട്ട് പാടാൻ നേരത്തെ, ഒരു നല്ലൊരു പാട്ട് പാടാൻ നേരത്തെ ഇവൻ വേറൊരു വേഷം ഇട്ടുണ്ടെന്നല്ലേ, ഏതായിരുന്നു? ചുമപ്പും വൈറ്റും അല്ലേ? ആ എന്തോ ഒരു ഓറഞ്ചും വെയിറ്റ് ഇതിന്റെ ഇതുപോലെ തന്നെ ഓറഞ്ചും വെയിറ്റ് അതല്ലടാ, അതാണോ? ചാമ്പിറ്റോൾ. ആ ഇത് തന്നെ ഇതിന്റെ ഓറഞ്ച് ആന്നിട്ട് ആണോ? അതാണ് എം ജി ഞങ്ങള് പറഞ്ഞേ. അപ്പൊ കൊറേ കളർ ഒരേ സാധനം വാങ്ങിച്ചോ? ഇല്ല രണ്ടെണ്ണേ ഉള്ളൂ. രണ്ടെണ്ണോ? ചാമ്പിറ്റോ ഇതിട്ടു, പിന്നെ ബെൽ ബോട്ടം, പിന്നെ മറ്റേ ഇതായിട്ട് വന്നു ഓമനപ്പുഴ കടപ്പുറത്തിന് മുണ്ടെടുത്ത് വന്നു. പാവ ശരിക്കുള്ള ഡ്രസ് ഇടാനുള്ള ചാൻസ് കിട്ടണില്ല. ആ അതിരിക്കട്ടെ, ഇന്ന് ആരാ കുളിപ്പിച്ചേ? അതന്നെ പറഞ്ഞ കുഞ്ഞാവ് അല്ല അല്ല, ആണ് നീ എന്റെ അല്ലടാ, അടുത്ത് ചുമ്മാ പ്രോഗ്രാമിന്റെ കള്ളം ദിവസം, പറയരുത്. അതായത് ഇത് ഷൂട്ടുള്ള ഷൂട്ടിംഗ് ഉള്ള ദിവസം പല്ല് തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞു. സത്യം ഇന്ന് ഞാനാ വിളിച്ചത്. കള്ളം പറയരുത്. അല്ല, കള്ളം പറഞ്ഞാ പാട്ട് തെറ്റും. ഇല്ല കള്ളമല്ല, കള്ളം പറഞ്ഞാ പാട്ട് തെറ്റും. സത്യം. പല്ല് അച്ഛൻ ആരാണ്? ഞാന് ഇന്നെല്ലാം ചെയ്ത ഞാനാ. അപ്പൊ അച്ഛന് സമയമില്ലായിരുന്നോ അതോ? ആ അച്ഛൻ നേരത്തെ കുളിച്ച് റെഡിയായി അവിടെ ഇരുന്നു. അവിടെ ഞാൻ ഇരുന്ന്. ചെയ്തു. അപ്പൊ ഇന്ന് പാട്ട് തകർക്കും. ആ. ഏതാണ്? ഇന്ന് സിന്ധു ശ്ശെ. എന്താടാ? എന്താടാ? നീലമല പൂങ്കുയിൽ. അച്ചടാ. ഞാന് നമ്മുടെ സിന്ധുവിനെ പറ്റിയാണോ പറഞ്ഞത്? ആ, സിന്ധു ചേച്ചീനെ. അല്ല, കഴിഞ്ഞ പാട്ട് സിന്ധു കഴിഞ്ഞ പാട്ട് വായിൽ വന്നു. ആണോ? ഇത് സിന്ധു നീലമല പൂങ്കുയിലെ അതാണ് ഇന്ന് പാടുന്നത്. ആ ഉഷാറായിട്ട് പാടും കേട്ടോ, ധൈര്യമായിട്ട്. Okay. All the best. എന്റെ all the best. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. കാവേരിക്കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം, വാഴാനൊരു കൊട്ടാരം. കാവേരിക്കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം, വാഴാനൊരു കൊട്ടാരം. കബനി നദിക്കരയിൽ കളിയാടാനൊരു പൂന്തോട്ടം, കളിയാടാനൊരു പൂന്തോട്ടം. കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേഞ്ചോല, കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേഞ്ചോല. ഒരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ, വന്നിടുക നീ. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി.
മലരണിയും കുമ്പത്ത് ആടാനും പാടാനും പൊന്നൂഞ്ഞാൽ കെട്ടി ഞാൻ പൊന്നൂഞ്ഞാൽ കെട്ടി ഞാൻ മഴവില്ലിന്നൂഞ്ഞാല മാഞ്ചോട്ടിലൊരൂഞ്ഞാല മഴവില്ലിന്നൂഞ്ഞാല മാഞ്ചോട്ടിലൊരൂഞ്ഞാല നിനക്കിരിക്കാൻ ഇണക്കി വന്നു നീലക്കുയിലേ വന്നിടുക നീ നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ നിൻറ്റൊരയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി. താങ്ക് യു സർ. സാരിഗാമ പദനിസ മേഘം പോലെ എൻ മനസ്സാ സാനിധാപമഗരിസ. സൂര്യനാരായണ എന്തോ നന്നായിട്ട് പാടിയത്. താങ്ക് യു സാർ. ഇന്ന് ഭാഗ്യം വെള്ളിയൊന്നും വന്നില്ല. വെള്ളി രക്ഷപ്പെട്ടു. MG ഒക്കെ അങ്ങനെ പറയാം. തിരിച്ചാ പറയണ്ടേ അല്ലേ? വെള്ളി രക്ഷപ്പെട്ടു. എന്റെ അടുത്ത് വരാതെ പോയല്ലോ, അതുവഴി അങ്ങ് പോയല്ലോ. നീ നമ്മുടെ സ്വർണ്ണ അല്ലടാ. ഇന്ന് സ്വർണ്ണക്കുട്ടനായിട്ട് സ്വർണ്ണമായിട്ട് പാടാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. സ്വർണമായി എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അത് ശരിയാവാനേ സാധ്യതയുള്ളൂ. അതായത് യു ആർ നോട്ട് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ സോങ്. അത് പെട്ടെന്ന് പഠിച്ചതുകൊണ്ടാണോ, അല്ലെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടാണോ, എന്തുകൊണ്ടോ പാട്ടുമായിട്ട് നമ്മൾ ഒരു റെയിൽ ട്രാക്കിലെ അതിൽ ആ ട്രാക്കിൽ തന്നെയാണ്, പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പാട്ട് പോകുന്ന പോലുള്ള ഫീൽ ഉണ്ട്. അതെന്താടാ? ഒന്നുമില്ല. ശരിക്കും പ്രാക്ടീസ് ചെയ്ത പാട്ട് ആ വരികളൊക്കെ കാണാതെ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. ഓ ആ മേളിലുള്ള സംഗതി എന്താണ്? ചരണത്തിലെ ചന്നത്തിലെ അത് മേളിൽ പാടി ഇനി വെള്ളിയാക്കണ്ട, താഴെ പാടിയും മതി. ആ സംഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം. ആടാനും പാടാനും പൊന്നൂഞ്ഞാൽ കെട്ടി ഞാൻ പൊന്നൂഞ്ഞാൽ കെട്ടി ഞാൻ. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് എന്താണ് സംഗതി. ഇനി മേളെ പാടിക്കേ. ആടാനും പാടാനും പൊന്നൂഞ്ഞാൽ കെട്ടി ഞാൻ പൊന്നൂഞ്ഞാൽ കെട്ടി ഞാൻ. ഇപ്പൊ കറക്റ്റായി. ഇപ്പൊ കറക്റ്റ്. നേരത്തെ ഇപ്പൊ സന്തോഷായി. നേരത്തെ ഗ്ലാരിറ്റി ഇല്ലായിരുന്നു. ആ ഗ്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് എന്താണ് ആ പാട്ടുമായിട്ടുള്ളൊരു ഗ്ലാരിറ്റി കുറവെന്ന്. അതുപോലെ ജേട്ടൻ പാടുന്നത് നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. പോരുന്നോ ഇല്ലേ? അങ്ങനെയല്ലേ? അത് പഠിക്കാം. അങ്ങനെ നീലമല പൂങ്കുയിലേ 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 പൂങ്കുയി പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ പോരുന്നോ. പോരുന്നോ. പൂങ്കുയിലെ വിളിക്കുന്ന പോലെ പോരുന്നോ, നീ എന്റെ കൂടെ പോരുന്നോ പോരുന്നോ. പാടിക്കേ. നീലമല പൂങ്കുയിലേ നീ ആ ലേക്ക് ഒരു സ്ട്രെസ്സോട്. പൂങ്കുയിലേ പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി. ശരിക്കും പറഞ്ഞാ ഞാൻ കുറച്ചും കൂടെ ശ്രുതി കൂട്ടി, പല്ലവി കുറച്ചും കൂടെ ശ്രുതി കൂട്ടിയാൽ ശരിക്കും സൂര്യന് നന്നായിരിക്കും. പക്ഷെ അനുപല്ലവിയിൽ കിട്ടത്തില്ല. ഇപ്പൊ ബി ആണ് പിച്ച്, അത് ഡി ആക്കൂ. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി. അതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ബേസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ മോനെ കുറച്ച് അത് കൂടുതൽ ബേസ് ആണ്. അതുകൊണ്ടാണ് അത് ക്ലാരിറ്റിയിൽ വരാത്തത്. അത് അറിയാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പഠിച്ചത് ഈ ശ്രുതിയിൽ കേട്ടോ. എനിക്ക് രാഘവ മാസ്റ്റർ
ഗ്രേറ്റ് ലെജൻഡ്, ഗുരുതുല്യനാണ്. എനിക്കിപ്പോഴും ഒരുപാട് ഓർമ്മകളുണ്ട് മാസ്റ്ററുമായിട്ട്. മാസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് വളരെ അത്ഭുതമാണ്, മിസ്റ്റർ ജയചന്ദ്രൻ. വേറെ ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മാസ്റ്റർ ഇന്ന് എടാ പോടാ, മാസ്റ്ററുടെ കൊച്ചുമോന്റെ വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ എന്ന് പറയും. പക്ഷെ പിന്നെ വിളിക്കുമ്പോൾ മിസ്റ്റർ ജയചന്ദ്രൻ സുഖമാണോ എന്ന് മാസ്റ്റർ. എത്ര സ്നേഹമുള്ള മാസ്റ്ററാണ്. ഓ ഗ്രേറ്റ് ലെജൻഡ്. മാസ്റ്ററെ ഓർക്കുന്നു കേട്ടോ. ഈ പാട്ടിന്റെ സെലക്ഷൻ നല്ലൊരു കാര്യമാണ്. അതുപോലെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ പാട്ടാണ്. അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എടുത്തോണ്ട് പാടേ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. വേറെ ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങനെ കേൾക്കാറില്ല. ഈ പാട്ടൊന്നും കേൾക്കാറേ ഇല്ല. ഞാൻ കേട്ടിട്ടില്ല. അറ്റ്ലീസ്റ്റ് ചേട്ടൻ കേട്ടിട്ടില്ല? ഇല്ല, അങ്ങനെ ആരും എടുക്കാറില്ല ഇതുപോലത്തെ പാട്ടുകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ഇത്തിരി ഡിഫിക്കൽട്ടാണ് പാടാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. കാരണം രാഘവ മാഷിന്റെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, ആൽബംസും പാടിയിട്ടുണ്ട്, സിനിമയിലും പാടിയിട്ടുണ്ട്. മറ്റേ കടത്തനാടൻ അമ്പാടിയൊക്കെ മാഷാ ചെയ്ത്. അതിനകത്തൊക്കെ നല്ല പാട്ടുകളൊക്കെ പാടാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹമായിട്ട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ഈ ആൽബംസിൽ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്രത്യേക ഒരു ശൈലിയാണ്. ഇപ്പം ഈ നീലമല പൂങ്കുയിലെ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് പാടിയതായിരിക്കും. അതെ, നീലമല പൂങ്കുയിലേ നീ കൂടെ പോരാമോ എന്ന് വേണേ പാടാം. പക്ഷെ അത് മാസ്റ്ററുടെ ഒരു ഒരു സ്പെഷ്യൽ സംഗതികളാണ്. അതുപോലത്തെ ഒരുപാട് വളരെ ഡിഫറൻ്റ് ആണ്. കാരണം സാധാരണ സംഗീത സംവിധായകർക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ കുട്ടൻ ചെയ്യുമ്പോൾ കുട്ടൻ്റെ ആണെന്ന് കേട്ടാൽ അറിയാം, രവീന്ദ്രൻ മാഷ ചെയ്യുമ്പോൾ അറിയാം, ജോൺസൺ ചെയ്യുമ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതുപോലെ രാഘവ മാഷ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം അറിയാം ഇതാ രാഘവ മാഷ വന്നു. അങ്ങനെ ഒരു പാട്ടെടുത്തതിന് മോന് വലിയൊരു കാര്യം. പിന്നെ മോൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു കേട്ടോ. അറ്റംപ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നില്ല, ചെയ്തു. പക്ഷെ ഈ സംഗതികളൊക്കെ മേളിൽ പെർഫെക്റ്റ് ആയില്ല. ഇപ്പൊ താഴെ പാടിപ്പിച്ചപ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയി. മേളി പാടിയപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയില്ല. അത് ഒരുപക്ഷെ ഈ രണ്ടും കെട്ട ഇതിൽ കിടക്കുന്നുണ്ടായിരിക്കും. കാരണം ശരിക്കുള്ള ശ്രുതിയിലും പാടാൻ വയ്യ. പാടിക്കഴിഞ്ഞാൽ മേളി പോകത്തില്ല, മേളി പോയാൽ താഴെ വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അത് സാരമില്ല. അതെല്ലാം മാറി വരുമ്പോഴത്തേക്ക് എന്തായാലും നിനക്കൊരു ഭാവിയുണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ സ്വർണ്ണമാണെന്ന്, സ്വർണം തന്നെയാണ്. ഒരു ഭാവിയുണ്ട്. മാത്രമല്ല ഒരു അച്ചടക്കം ഉള്ള നല്ല കുട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാ. കാരണം ആണോ? അല്ലല്ല, ഞാൻ കണ്ണൻ്റെ അടുത്ത് ചോദിച്ചാ റിഹേഴ്സലിനൊക്കെ ഇവൻ അച്ചടക്കം ഉണ്ടോ? ഉണ്ട്. അപ്പൊ നല്ല മിടുക്കൻ കുട്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒറ്റ കാര്യമായി അച്ഛൻ കുളിപ്പിക്കണം, അത്രേ ഉള്ളൂ. അത് മാത്രമുള്ളൊരു നിർബന്ധമില്ല. നല്ല അച്ഛനാണ് നിർബന്ധമില്ലേ. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോ സ്വന്തമായിട്ടൊക്കെ വേണം ഇല്ലേ? ഇനിയിപ്പോ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞു. ഒരു 10 വയസ്സോടെ കഴിഞ്ഞാൽ 22 ആയില്ലേ? പിന്നെ ഒരു 4 വയസ്സോടെ കഴിഞ്ഞ എത്രയായി? 26 അപ്പൊ കല്യാണം കഴിക്കാം. അതാ ഞാൻ ചോദിച്ചേ. നീ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ആഗ്രഹിക്കണ്ടോ? അതൊക്കെ അതിമോഹമാണ് മോനെ, അതൊക്കെ അതിമോഹമാണ്. പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ അതിമോഹമാണ്. വലുതായിട്ട് സിനിമയിലൊക്കെ പാടി ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് സിനിമ പാടുന്ന മാത്രമല്ല, ഈ സിനിമ പാട്ട് മാത്രം ഒരു ഇതായിട്ട് എടുക്കരുത്. പാട്ടും വേണം. അഥവാ പാട്ടിലങ്ങ് ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ പോവാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വേദന പഠിക്കുന്നേ 6 അപ്പൊ എന്താകാനാണ് ആഗ്രഹം? പാട്ടല്ലാതെ പട്ടാളക്കാരനോ? എടാ, ഈ കാശ്മീരിലൊക്കെ പോയി കിടന്ന് ഈ തണുപ്പത്ത് നീ എങ്ങനെ പാടും? ആണോ? പട്ടാളക്കാരൻ. അതിനുള്ള ആരോഗ്യമുണ്ടോ നിനക്ക്? ഉണ്ട്. ശരി, അപ്പൊ എന്തായാലും അഭിമാനിക്കാൻ നോക്ക്. കാരണം ഭാരതത്തിനെ സംരക്ഷിക്കുന്ന ഒരു ഭടനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ലെഫ്റ്റ് റൈറ്റ് അത് ചെയ്യാറിയാണോ? ഇന്ത്യൻ ആർമിയുടെ മാർച്ചാണ് ഏറ്റവും ഗംഭീര മാർച്ചുകളൊന്നും. ആ മാർച്ച് അറിയാമോ? നോക്കട്ടെ, ചെയ്ത് നോക്കടാ. എടാ, നീ പട്ടാളക്കാരനോ? ശബ്ദം കേട്ടപ്പോ പേടിക്കുന്നു. അപ്പൊ വെടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ ഓടിത്തള്ളും ഗുഹയിലും. വെടിയൊക്കെ പെട്ടെന്നാ വരുന്നത്. പാകിസ്ഥാന്റെ വെടി ഞാൻ വെടിവെക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് വെടിവെക്കുന്നത്. മ്യൂസിക് പ്രതീക്ഷിച്ചതേ ഇല്ല. ഈ കാലത്ത് നീ അവിടെ തുണി കൊടുത്ത് കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും പടപടന്ന് പറഞ്ഞ് വെടി വരുന്നത്. നീ ഓടിത്തള്ളും. അല്ല ചേട്ടാ, ഈ ഉറക്കത്തില്
എണിച്ചടക്കണ എന്തോ ഒരു അസുഖം ഉണ്ടല്ലോ. ആ അതൊക്കെ ഉണ്ട് തന്നെ. എനിക്കില്ല. എന്തോ സോമനാംബുലിസോ എന്തോ അങ്ങനെ ഒരു പേര്. സോമനാംബുലിസം ഉണ്ടോ? അല്ല ഇപ്പൊ നടന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഈ മാർച്ച് എന്ന് പറഞ്ഞില്ലേ, ഉറക്കത്തിൽ ഇങ്ങനെ അറിയാതെ എണിച്ച് നടക്കുന്ന സ്വഭാവം ഒന്നുകൂടെ നല്ല സോൾജിയർ. കമോൺ. റെഡി 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 പെട്ടെന്ന് പെട്ടെന്ന് റെഡി റെഡി മ്യൂസിക് മ്യൂസിക്. ആ മൂത്രം ഒഴിച്ചില്ല മൂത്രം ഉപയോഗിക്കത്തില്ല. സൂര്യ അസലായിട്ട് പാടി മോനെ. ഇന്ന് സൂര്യന് ഇപ്പൊ ഈ റീസെന്റ് വരുമ്പോഴൊക്കെ ഉള്ള ടെൻഷൻ വെള്ളി വരുമോ എന്നുള്ളതാണ്. എന്റെ മനസ്സിൽ മുഴുവനും സൂര്യന്റെ അച്ഛന്റെ ആ മുഖമാണ്. അന്ന് വെള്ളി വന്ന സമയത്തുള്ള അച്ഛന്റെ മുഖം അച്ഛനിങ്ങനെ പെട്ടെന്ന് ഒരു ഞെട്ടിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു വിഷമ. കാരണം അത്രയും കരുതലോടെയാണ് ഈ പറഞ്ഞ കുളിപ്പിച്ച് വല്ലേപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് ആ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, ഇങ്ങനെ കുറെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയുണ്ടാവും ടെൻഷൻ. അപ്പം അത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു ഇന്നത് വരല്ലേ എന്നുള്ളത്. ഭംഗിയായിട്ട് പാടി സൂര്യൻ. പിന്നെ സാധാരണഗതിയിൽ ഇപ്പം സൂര്യൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ വെള്ളിയിൽ നിന്ന് സേവ് ചെയ്യുക ചെയ്യുന്നത് പലപ്പോഴും പാട്ട്. അത് മാത്രം ആലോചിക്കണ്ട കേട്ടോ. അപ്പൊ എന്താ വെച്ചാൽ സൂര്യന്റെ സ്വാഭാവികമായിട്ടുള്ള സാധാരണയുള്ള സിംഗിങ് ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട്. ഇതിലും ഈസി ആയിട്ട് പാടുന്ന ആളാണ് സൂര്യന്റെ ടാലന്റ് വെച്ചിട്ട് ഇതിലും ഭംഗിയായിട്ട് പാടുന്നതാ ബാക്കി ഏരിയാസ് ഒക്കെ. പിന്നെ ഈ പറഞ്ഞ മാതിരി രാഘവ മാസ്റ്ററുടെ പാട്ട് നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഏറ്റവും വലിയ ഗുരുനാഥനാണ് അല്ലേ സാർ? അങ്ങനെയല്ലേ? ആദ്യത്തെ സ്വതന്ത്രമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവണം അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിലാണ്. അപ്പം ആ വീട്ടിൽ എത്രയോ തവണ പോയിട്ടുണ്ട് ഞാൻ. മാഷയുടെ ഒരു ഇന്റർവ്യൂ അവസാന കാലത്ത് ഒരു ടോക്ക് പോലെ സംസാരിക്കുമ്പം മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, മാഷക്ക് ഒരാളോടും പരാതിയില്ല, ഒരാളെ പറ്റി മോശം പറയാനില്ല. ഇത്രയും വലിയ ഒരു ലൈഫ് ജീവിച്ചപ്പോഴെപ്പോഴും മാസ്റ്റർക്ക് സന്തോഷമായിരുന്നു. ഏറ്റവും ചെറിയ കുട്ടിയെ പോലും ഏറ്റവും കരുതലോട് കൂടി കാണുക. അപ്പോൾ ആ ഫാമിലിയോട് മൊത്തം, ഇപ്പോൾ കനകാംബരമാമനാണെങ്കിലും ബാക്കി എല്ലാവരോടും അന്വേഷണം പറയാൻ തോന്നും. മാത്രമല്ല എപ്പോഴും മാഷ പറയുമ്പോൾ എപ്പോഴും മാഷ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരുള്ളതായിട്ടുള്ള വീട്ടിൽ മുരളിമാമേനെ അറിയാണ്ട് പറയാൻ പോകും. കാരണം ഈ പാട്ടൊക്കെ അദ്ദേഹം പാടിയിട്ടാണ് നമ്മൾ രണ്ടാമത് വെറുതെ പാടി കേൾപ്പിക്കും. മുരളിച്ചേട്ടന് ഇപ്പോ അദ്ദേഹത്തിന്റെ സംഗീതത്തിലെ 50 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ വടകര പോയിരുന്നു. അപ്പൊ മുരളിച്ചേട്ടനും കൂടെ ഈ അവസരം ശരിക്കും കാരണം മുരളിമാമ പാടിയിട്ടാണ് രാഘവ മാസ്റ്റർ എങ്ങനെയായിരിക്കും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാന്ന് ചിലതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പൊ അത് ഓർമ്മ വന്നു. സാർ ഇപ്പൊ ആ നുവാൻസ് പാടിച്ചില്ലേ സൂര്യനെ കൊണ്ട്. അപ്പൊ അത് ടിപ്പിക്കൽ മാസ്റ്ററുടേതായിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, ആ നാടൻ ശൈലിയില്ലേ. എന്നാൽ അദ്ദേഹം ഒരു കർണാടക സംഗീതജ്ഞനായിരുന്നു എന്നുള്ളതാണ് അതിന്റെ രസം. ഭയങ്കര സന്തോഷം മോനെ, ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അതിങ്ങനെ ഒരു വേദിയിൽ നിങ്ങളെ ചെറിയ കുട്ടികൾ പാടുക എന്ന് പറയുമ്പം നിങ്ങളെ പഠിത്തത്തിന്റെ ഒരു ഭാഗം കൂടിയല്ലേ അത്. അടിപൊളി. വളരെ സന്തോഷം, നന്നായിട്ട് പാടി. പിന്നെ അവര് പറഞ്ഞതൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. മാത്രമല്ല ഈ പാട്ട് പാടിയത് ആരാണ്? ജേട്ടനാണ്. എവർഗ്രീൻ ജേട്ടനാണ്. ജേട്ടൻ ഇപ്പോഴും വരുന്ന എന്താ പറയാ, പ്രത്യേക രീതികളാണ് ജേട്ടന്റെ. ഞാൻ ചിലപ്പോഴൊക്കെ റെക്കോർഡിങ്ങിന് ഞാൻ പറയും, ചേട്ടാ ഒന്നുകൂടെ ഒന്ന് പാടാം. എന്തിനാ പാടുന്നത്? എന്താ കാര്യം? ഇതൊക്കെ മതി. മിണ്ടാണ്ടിരുന്നാ പറഞ്ഞു, ആ ശരി എന്നാ ഒന്നുകൂടെ പറയാം, പാടാൻ. അപ്പൊ ഞാനിപ്പോ മിക്കവാറും ജേട്ടൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മിണ്ടാണ്ടിരിക്കും. അപ്പൊ എന്നോട് ചോദിക്കും, എന്താ മിണ്ടാണ്ടിരിക്കും, എന്താ കാര്യം ചോദിക്കും. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഞാൻ ജേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജേട്ടാ ഒരു പാട്ടുണ്ട്, ഒരു കുറച്ച് ക്ലാസിക്കൽ മോഡിലുള്ള ഒരു പാട്ടാണ്. അപ്പോൾ കുറച്ച് സമയം വേണം നമുക്കത് പാടാനായിട്ട്. ചേട്ടാ കൂടുതൽ സമയം തരാൻ പറ്റില്ല, എല്ലാ പാട്ടിനും ഒരു സമയം തരാൻ പറ്റും. ആർക്കും ഞാൻ കൂടുതൽ സമയം ഒന്നും കൊടുക്കാറില്ല. അങ്ങനെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട് ചേട്ടനായിട്ട്. പറഞ്ഞു നന്നായി. കാരണം എന്നെ മാത്രമാണ് 2 മണിക്കൂർ 3 മണിക്കൂറും ഒക്കെ നിർത്തി പാടിക്കുന്നത്. ഞാനിനി പറയാം, എന്താ അത് മതി. അല്ല അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ചേട്ടനായിട്ട് ആ പാട്ട് വർക്ക് ചെയ്തില്ല. അല്ല എങ്കിൽ ഞാൻ തിരിച്ചെടുത്തു കേട്ടോ. കാഷ്വൽ ആയിട്ടുള്ള സമയത്താണ് ചേട്ടന്റെ പാട്ടുകള് ഇത്ര പാട്ടുകളാ പാടിത്തരുക അല്ലേ സാർ? ലിസണർ എന്നുള്ള രീതിയിൽ മുഹമ്മദ് റഫീ സാറിന്റെ പാട്ടൊക്കെ ചേട്ടൻ പാടുന്നത് ഔട്ട് ഓഫ് ദി വേൾഡ് ആണ്. അദ്ദേഹം MSV സാറിന്റെ പാട്ടുകൾ ആ ശബ്ദം ഇങ്ങനെ അലയടിച്ചോണ്ടിരിക്കും. അപ്പൊ ജേട്ടനും ഒരു നമസ്കാരം, രാഘവ മാസ്റ്ററുടെ ഓർമ്മ, അതുപോലെ ഭാസ്കരൻ സാറിന്റെ ഓർമ്മ, ഇതെല്ലാം കൊണ്ടുവന്ന സൂര്യന് ഒരു ഹാറ്റ്സ് ഓഫ്. അപ്പൊ നമുക്ക് എന്താണ് ഗ്രേഡ്? മുത്തൂസ് കുറച്ച് ലേസി ആയിട്ടിരിക്കുക. മുത്തൂസ് പറയണ എന്നെ ഇപ്പൊ വിളിക്കല്ലേ. സൂര്യകുമാരൻ നന്നായിട്ട് പാടി. സോ ഗിവ് ഹിം എ ഗ്രേഡ് ഫോർ ദ സോങ്.
എന്ന് പറയുന്നു. ഓക്കെ, ഫുഡ് കഴിക്കാം. ആ. ഓ കുച്ച്. Congratulations, you are awarded A grade for the song. താങ്ക് യു സാർ. മറ്റേ പോലെ നടന്നു പോ സൂര്യ. വേണ്ട, മ്യൂസിക് വരും. അവന് പേടിയായി. ടോപ്പ് സിംഗറിന്റെ വാത്സല്യമുത്ത്, പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അനന്യക്കുട്ടി. വെൽക്കം അനന്യ ഓൺ സ്റ്റേജ്. നിങ്ങളെല്ലാരും കണ്ടല്ലോ, ഞങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെ ഇനി സന്തോഷിപ്പിക്കാൻ ഞങ്ങളുടെ ആട്ടവും പാട്ടും ഇനി തുടങ്ങാൻ പോവുകയാണ്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താന്ന് പറഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ പോയി പാടിയിട്ട് വരാം. എന്റെ കൂടെ എന്തരപ്പി എന്തൊരു വേഷങ്ങള്? What dress is this? This one. പുലി, പുലിത്തോലൊക്കെ ടൈഗർ ആണോ? Yes. ടൈഗർ. You are going to be a tiger today. I am ജംഗിൾസ് രാജകുമാരി. ജംഗിൾസ് രാജകുമാരി. ജംഗിൾസ് രാജകുമാരി റബ്ബർ ചെരുപ്പൊക്കെ ഇട്ടിട്ട്. ജംഗിളിലെ ടൈഗർ എനിക്ക് കുറച്ച് ശക്തി തന്നു. പക്ഷെ ആ ശക്തിയെല്ലാം പോയി. എനിക്ക് ഇനിയും ജംഗിളിൽ പോയിട്ട് ടൈഗറിനോട് പറയണം കുറച്ച് ശക്തി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ശരിക്കുള്ള ടൈഗറാവും. ആണോ? അപ്പൊ ശരിക്കുള്ള ടൈഗറിന് വലിയ പല്ലൊക്കെ വേണമല്ലോ, അതൊക്കെ വരൂ? അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ വരൂ? ഇങ്ങനെ വന്നിട്ട് ചാടൂ? യെസ്. ചാടിയിട്ട് എല്ലാ ജഡ്ജസിനും ഒരു അങ്ങനെയാണോ? അപ്പൊ ടൈഗർ ഇങ്ങനെ വന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഞാനാവും. ആ പുലിമുരുകനിൽ എങ്ങനെയാ മോഹൻലാൽ ഇരുന്നത്? ഇങ്ങനെ പുലിമുരുകനല്ല, ഒടിയലും മോഹൻലാലല്ല, സോറി, പേടമാനല്ലേ. അത് പേടമാനാണ്. പേടമാനാണ്. ഇത് പുലിമുരുകനിലെ പുലിയായിട്ട് നിന്നല്ല, അതെങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? പുലിമുരുകൻ പുലിയായിട്ട് നിന്നിട്ടുണ്ട്. ഈ പുലിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു. എവിടെ പുലിമുരുകനില്ല? ഫുൾ ഫൈറ്റും ചെയ്യുന്നു. എങ്ങനെ വന്ന് നിൽക്കുക ഇങ്ങനെ പുലിമുരുകനായിട്ട്? പുലിക്കേ അതിനിപ്പോ ശക്തിയില്ല. പുലിന്റെ അടുത്ത് പറയണം കുറച്ച് ശക്തി വേണമെന്ന്, എന്നാൽ പുലി കുറച്ച് ശക്തി തരും. പുലിനെ എങ്ങനെ ഇടിക്കും? ഞാൻ മീനൂട്ടി പുലിയാണെന്ന് വെച്ചോ, അപ്പൊ പുലിനെ എങ്ങനെ ഇടിക്കും? ചേച്ചി പുലിമാതിരി ഒന്നുമില്ല, ഞാനാ പുലിമാതിരി. എന്നോടെന്തോ കുഴപ്പമുണ്ട്. അല്ല, പുലിക്കേ ഒന്ന് ഊതിക്കേ. പുലി കാണും കൂടി ഇല്ല. അത് തന്നെ. പുലിയുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ പുലി കണ്ടിട്ട് വേണ്ടേ അനന്യെ പിടിക്കാൻ? ഏത് പാട്ടാ മോളെ? ഞാൻ മുക്കുറ്റി തിരുതാളി. അയ്യോ, കാവാലൻ സാറിന്റെ അല്ലേ? കാവാലൻ സാറ് MG രാധാകൃഷ്ണൻ ടീമിന്റെ ഏറ്റവും വലിയൊരു അടിപൊളി പാട്ടാണ് മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്താ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്താ. എത്ര പിച്ച്? മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ കാടും പടലും പറിച്ചു കെട്ടിത്താ പറിച്ചു കെട്ടിത്താ കെട്ടിത്താ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ ലം ലം ലം
ലം ലം ലം ലം താലം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം. പാട്. ആ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു. പുലിക്കുട്ടി. ഈ ഫോറസ്റ്റിൽ നിന്ന് വന്ന ആളൊക്കെ യെസ് എന്നൊക്കെ പറയൂ. ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു ഫോറസ്റ്റില് പുലിന്റെ കൂടെ. ഇംഗ്ലീഷ് മീഡിയത്തിൽ സംസാരിക്കുന്ന ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് അല്ല, ജംഗിൾ. ജംഗിൾ. ശരിക്കുള്ളതില് സ്വിമ്മിംഗ് പൂളില് ഇങ്ങനെ സ്വിം ചെയ്യുന്നതാ കാണിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടം സ്വിമ്മിംഗ് പൂൾ. പക്ഷേ ഇപ്പത്തേക്ക് ഡ്രസ് ഇഷ്ടം. മാമിന്റെ voice ആണെന്ന് അത്ര തോന്നുന്നില്ല. നോക്കാം. ഷു 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 ഷു. No, Ananya, ഷു 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 ഷു. Ananya here ഉണ്ട്. Don't worry, don't. Ready? മുക്കുറ്റി തിരുതാളി കാടും പടരും പറിച്ചു കെട്ടിത്താ. മുക്കുറ്റി തിരുതാളി കാടും പടരും പറിച്ചു കെട്ടിത്താ. കാടും പടരും പറിച്ചു കെട്ടിത്താ. ഓഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടരും പറിച്ചു കെട്ടിത്താ. കാടും പടരും പറിച്ചു കെട്ടിത്താ. ഓഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. കാടും പടലും പറിച്ചു കെട്ടിത്താ. പറിച്ചു കെട്ടിത്താ. കെട്ടിത്താ കെട്ടിത്താ. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്താ. ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം ലം 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 താലം പൂത്താലം ചെമ്പൂത്താലം. അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് അക്കം പക്കം അച്ഛൻ കൊമ്പത്ത് പൂവാ കുറുന്തല പുന്നകപ്പറമ്പിലെ കൂണിന്റെ കൂടെ നെട്ടും പുന്നാരത്താലം. പൂവാ കുറുന്തല പുന്നകപ്പറമ്പിലെ കൂണിന്റെ കൂടെ നെട്ടും പുന്നാരത്താലം. ലം 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 താലം
ആൻസർ. അതൊന്ന് കാണിക്കോടാ. നോക്കി നിൽക്കും മാമലരുണ്ട്, കേട്ടു നിൽക്കും മാമലരുണ്ട്, തീപ്പണിക്കും അത്രയും എനർജറ്റിക് ആയിട്ട് വരുമ്പോൾ അടുത്ത എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നല്ലേ. എന്നിട്ടും ആ ബാറ് തപ്പിപ്പിടിച്ച് റെഡി ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ കയറി പിടിച്ച് അങ്ങ് കയറി. അത് പുലിയുടെ ഒരു നല്ല കഴിവാണ്, എവിടെ വേണേ പിടിച്ച് കയറി. പുലി ഐ തിങ്ക് സോ കുറച്ച് പവർ തന്നിട്ടുണ്ട്. ഐ തിങ്ക് സോ എനിക്ക് പുലി ആണെന്ന് കാണിച്ചു തരാം. അതൊക്കെ കറക്റ്റ്. പിന്നെ അക്കം പക്കം ആ നോട്ടൊക്കെ കൃത്യം. ഇത്രയും ഡാൻസ് ചെയ്തിട്ടും ഇത് എങ്ങനെ, ഏത് പുലിയാണ്? എനിക്കിവിടെ കുറച്ചൊന്ന് പറഞ്ഞു തരൂ ആ പുലിയെ. പുലിയുടെ അഡ്രസ്സും തരൂ. ആ, കാരണം എനിക്കിവിടെ വല്ല ഗാനമേളയ്ക്ക് പോകുന്നതിന് മുമ്പ് പുലിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ശക്തി വാങ്ങിച്ചോണ്ട് പോയത്. ആക്കിയതാണോ? ഏതായാലും കലക്കി മോളെ. എനിക്കൊരാഗ്രഹം, ആ ചേട്ടന് എല്ലാരും കൂടെ പറയുന്നത് ഇതുപോലെ ഇനി ഫ്ലൂട്ട് വായിക്കണ്ട, ഇത് ചെണ്ട വായിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടേ ചെണ്ട വായിച്ചത് അസാധ്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫ്ലൂട്ട് ഇനി അധികം വായിക്കണ്ട എന്നുള്ള ഒരു അഭിപ്രായം ചില ആൾക്കാർ രേഖപ്പെടുത്തി ഇവിടെ. രഘുവേട്ടൻ ശരിക്കും ചെയ്തിരിക്കുന്നത് കോഴ്സ് ചെയ്തിരിക്കും മൃദംഗല്ലേ? ആ, പെർഫെക്ഷനിസ്റ്റ് ആണ് ബേസിക്കലി. കാണിക്കണോ? ഇങ്ങോട്ട് വരാമോ? നമുക്ക് ഇവിടെ മുകളിൽ കൂടെ സമയം എടുക്കോ? സമയം എടുക്കും. ആത്മകഥ പറഞ്ഞോണ്ടിരിക്കട്ടെ, ചുമ്മാ ആത്മകഥ അടിക്കുക. സമയം എടുക്കോ? കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ കെട്ടി വരണ്ടേ? One, a two, a three, a four. മുക്കുറ്റി തിരുതാളി കാടും കടലും പറിച്ചു കെട്ടിത്താ. തിരുതാളി കാടും കടലും പറിച്ചു കെട്ടിത്താ. കാടും കടലും പറിച്ചു കെട്ടിത്താ. ഓഹോ കാടും കടലും പറിച്ചു കെട്ടിത്താ. തിരുതാളി കാടും കടലും പറിച്ചു കെട്ടിത്താ. കാടും കടലും പറിച്ചു കെട്ടിത്താ. പറിച്ചു കെട്ടിത്താ. കെട്ടിത്താ കുട്ടി. തിരുതാളി കാടും കടലും പറിച്ചു കെട്ടിത്താ. Where is my bonda? പൊട്ടാറ്റോ ഇല്ല സർ. പൊട്ടാറ്റോ ഇല്ലെന്നോ? അവിടെ നല്ലൊരു കൈയടി കൊടുക്കൂ. സൂപ്പർ കൈയടി കൊടുക്കണം. എനിക്ക് പൊട്ടാറ്റോ കിട്ടിയിട്ടേ ഞാൻ തരാം. പൊട്ടാറ്റോ ഇല്ലെന്ന് ബോണ്ട ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് കിട്ടിയില്ലെന്ന്. പുലി കള്ളം പറയൂ. അപ്പൊ നമ്മുടെ ഗ്രേഡിൽ നമ്മൾ ഒരു പൊട്ടറ്റോ കുറയ്ക്കും. അയ്യോ ഒരു ബോണ്ട് നമുക്ക് 6 ബോണ്ടാണ്. അപ്പൊ 6 ബോണ്ടയുടെ ഗ്രേഡ് കുറയ്ക്കും. അയ്യോ, ഇന്ന് കൊണ്ടുവരാന്നല്ലേ പറഞ്ഞേ? കളിപ്പിച്ചില്ലേ അങ്കിൾമാരെ? കളിപ്പിച്ചില്ലേ? യു ഡിഡ്ന്റ് കീപ് യുവർ വേർഡ്. ദാറ്റ് ഈസ് വെരി ബാഡ്.
Too bad it is, man. That is sorry. No. SORRY ഇവിടെ നടക്കില്ല. No. ബോണ്ടയ്ക്ക് വരും സോറിയോ? ബോണ്ട എവിടെ കിടക്കുന്നു, സോറി എവിടെ കിടക്കുന്നു? Sorry ആയിരിക്കുന്നു. സിത്തു ആന്റിക്ക് എന്താ പറയാനുണ്ട്? ഒന്നുമില്ല കണ്ണാ, നന്നായിട്ട് പെർഫോം ചെയ്തു. അനന്യക്കുട്ടി ഇങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വരുമ്പോ തന്നെ ഇവിടെ എന്തോ ഒരു വൻ പ്രകടനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ വരും. ഇത് മറ്റേ മാലമലല്ലൂയ പെർഫോമൻസ് ഓർമ്മ വന്നു ആന്റിക്ക് കണ്ടപ്പോ. അന്നത്തെ മായത്തെ എനർജി ആയിരുന്നു ഇന്ന് കേട്ടോ. ഫുൾ ഓൺ, ഭയങ്കര ജോഷായിരുന്നു. ആ ജോഷ് അതിനെക്കാട്ടിലുണ്ട്. ഭയങ്കര ജോഷ്. അതിലാണ് അങ്ങനെ വിട്ടുപോയത്. ചരണം കംപ്ലീറ്റ് വിഴുങ്ങിപ്പോയി. ചരണം കാക്ക കൊണ്ടുപോയി അനന്യക്കുട്ടിയുടെ. സാരല്ലേ, പോട്ടെ, അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കണം കേട്ടോ. ഭയങ്കര രസമായിട്ട് പാടി, നല്ല എനർജിയിൽ പാടി. ഇങ്ങനത്തെ പാട്ടിന്റെ ഒരു മാസ്റ്ററാണ് അനന്യക്കുട്ടി. ഇങ്ങനത്തെ പെർഫോമൻസ് റൗണ്ട് വന്നാൽ പൊളിച്ചെടുക്കും. അതിന്നും അങ്ങനെയായി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ കേട്ടോ. ലവ് യു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഐക്കോണിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ, അതിന്റെ സെലിബ്രേഷൻ, അത് പാടുന്ന രീതി, അതില് മറ്റാൾക്കാരുമായിട്ട് അത് കൂടുന്ന രീതി. എന്താ തലകുലുക്കുന്നത്? അങ്ങനെ എല്ലാ രീതികളും ഒന്നിച്ച് അടങ്ങുന്ന only a prodigy can do this. അതാണ് നമ്മൾ അനന്യക്കുട്ടി ഒരു പ്രോഡിജിയാണ് നമ്മൾ പറയുന്നത്. അത് ലോകമെമ്പാടുള്ള മലയാളികൾ എത്രത്തോളം അനന്യെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ദിസ് ഓഫ് കോഴ്സ് അൾട്ടിമേറ്റ് പെർഫോമൻസ്. കാരണം അതിന്റെ കൂടെ ആ സ്റ്റെപ്സും കൂടെ ഉണ്ട്. അതാണ് അക്കം പക്കം അച്ഛൻ കൊമ്പത്തെന്ന് പറയുമ്പോൾ മേലോട്ട് എല്ലാ വാക്കുകൾക്കും അർത്ഥം വെച്ചിട്ട് നോട്ടത്തിലും ഡാൻസിലും ഉണ്ട്. രണ്ടിലുണ്ട്. സൂപ്പർ ബിറ്റ്സ്. താങ്ക് യു. യാ, ടൈഗർ എങ്ങനെയാണെന്ന് കാണിക്കണോ? നിനക്ക് ടൈഗർ വേണോ ഗ്രേഡ് വേണോ? ഗ്രേഡ് അല്ല വേണ്ട, ടൈഗർ എങ്ങനെയെന്ന് കാണിക്കും. കഴിക്കല്ലേ പറയാൻ വന്നതാ. ശരിക്കും ഫീൽ ചെയ്യും. അടിപൊളി. അപ്പൊ ഗ്രേഡ് വേണ്ടേ മോളെ? യെസ്, യു ഷുഡ് ഗെറ്റ് എ ഗുഡ് ഗ്രേഡ്. സോ വി വിൽ ഡിസൈഡ് ത്രൂ മുത്തുമണി. മുത്തൂസ് ഇതാ മീനൂട്ടി. എന്റെ കയ്യിൽ ആദ്യമായിട്ട് മുത്തൂസ് വന്നു. എന്റെ കയ്യിൽ അത് വരൂല. അതെനിക്കറിയാം, റവിയെന്ന് പറഞ്ഞില്ല. ഇത്ര ഹലോ മുത്തൂസ്. മുത്തൂസേന്ന് വിളിക്കുക. മുത്തൂസേ. മുത്തൂസ് പറയുന്നത്, മുത്തൂസ് says it was an awesome performance. Thank you. From Ananya Kutti. And so she is going to be awarded a top. Thank you. ശരിക്കും പറഞ്ഞാൽ എ അൾട്ടിമേറ്റ് ആണ് മുത്തൂസ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇടയ്ക്ക് ആ വരികൾ മറന്നു പോയത് കൊണ്ട് ആണ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് എ ടോപ്പ് ആക്കിയത്. മോളെ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചോ. എ അൾട്ടിമേറ്റ് ആണ് ശരിക്കും. യു ആർ എ അൾട്ടിമേറ്റ്, ബട്ട് ആ വിട്ടുപോയില്ലേ. അത് പറഞ്ഞ മാതിരി കാക്ക കൊണ്ടുപോയതാ സാർ. ആ കാക്കേനെ നമുക്ക് പിടിക്കണം. ഓക്കെ, ഹാപ്പി? വെരി ഗുഡ്. സോ പൂക്കുറ്റി തിരുനാളി കാടും പടലും പറിച്ചു കെട്ടിത്ത. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ടോപ്പ് ഫോർ ദ സോങ്. Thank you. So there is a surprise today. Apart from the A top, Ananya Kuttiക്ക് ഇംപാക്സിന്റെ വക ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. കറക്റ്റ് ആയിരുന്നു സാർ. കറക്റ്റാ. സ്പീക്കർ കൊടുത്തേ. ബ്ലൂടൂത്ത് സ്പീക്കറാണ്.
ഓക്കെ പുലി, ഓൾ ദ ബെസ്റ്റ് പുലി. താങ്ക് യു, ബൈ ബൈ. താങ്ക് യു രഘു, താങ്ക് യു സോ മച്ച്. ചേടാ दिल मेरा तुझ पे सदके, नैना तुझ पे दीवाने, जग सारा जाने बेदर्दी, एक तू ही ना जाने. न जाने रे, 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 न जाने रे. सैया मन की बतिया मेरे रो रो पी के रतिया, न जाने रे, न जाने रे, न जाने रे. सैया मन की बतिया मेरे रो रो पी के रतिया, न जाने रे, न जाने रे, न जाने रे. कहो तो कहा न जाए, बिन कहे रहा न जाए. कहो तो कहा न जाए, बिन कहे रहा न जाए. गोखनुहार सखी मन नहीं माने रे, न जाने रे, न जाने रे, न जाने रे. सैया मन की बतिया मेरे रो रो पी के रतिया, न जाने रे, न जाने रे, न जाने रे. सारे मस्ती सारे शोके सारे जलवे लुटा, तीर चलाए नजरों ने, जुल्फों ने जाल बिछाए, लेकिन जादू चला ना कोई. तुझ पे किसी बहाने, न जाने रे, न जाने रे, न जाने रे. सैया मन की बतिया मेरे रो रो पी के रतिया, न जाने रे, न जाने रे, न जाने रे. छेड़ो न मोहे बलमा मैं जागी सारी रात, छेड़ो न मोहे बलमा मैं जागी सारी रात. छेड़ो न मोहे हाय, छेड़ो न मोहे हाय, छेड़ो न मोहे बलमा मैं जागी सारी रात. छेड़ो न मोहे बलमा मैं जागी सारी रात, छेड़ो न मोहे बलमा मैं जागी सारी रात. छेड़ो न मोहे हाय, छेड़ो न मोहे हाय, छेड़ो न मोहे बलमा मैं जागी सारी रात. छेड़ो न मोहे बलमा
सारी रात छेड़ो न मोहे बलमा मैं जागी सारी रात ഇന്നത്തെ കോമ്പറ്റീഷൻ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാരും കാത്തിരിക്കുന്നത് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സിത്തു ചേച്ചി, ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? നമ്മുടെ കിടിലം പെർഫോമർ അനന്യകുട്ടി. വെൽക്കം അനന്യക്കുട്ടി. ശാന്തിഗിരി ഹൃദയരഞ്ജിനി പെയിൻ റിലീവർ ബാം നൽകുന്ന ഒരു സമ്മാനം, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു സമ്മാനം, കെവിൻസ് മിൽക്ക് ഷേക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം, മെമന്റ് ഓഫ് ദ ഡേ MG അങ്കിൾ വെച്ചു.